ഹലോ. അപ്പം നമ്മൾ ഈ രാത്രി എങ്ങോട്ടാണ് പോകണമെന്നുള്ളതുപോലെ ഇപ്പോൾ എല്ലാവരും നോക്കണേ. പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഇന്ന് താനൂരിലേക്കാണ്. താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുറുമ്പ് ഭഗവതി ക്ഷേത്രം. അവിടെ നിന്ന് വേല നടക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്ന അങ്ങടേക്കാട്ടോ. അപ്പം ഇതാ പാച്ചു ഈ ഒരു ഉത്സവത്തിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലേനു കുറേ ദിവസമായിട്ട്. ഒരു ഉത്സവം കഴിഞ്ഞ് അടുത്ത ഉത്സവത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആട്ടത്. അപ്പോൾ അതാ നമ്മൾ ഉത്സവപ്പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സമയം ഒരു 8-8:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു വരവ് നമ്മളെ മുന്നിലുണ്ട്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നല്ല ജനങ്ങളാണ്. ഇപ്പോൾ വലിയ തിരക്കില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതാ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് നീട്ടി വിളിച്ച് പോകുന്നില്ല. അപ്പോൾ വേല കാണാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ, പ്രത്യേകിച്ച് ഇന്ന നാട്ടുകാർ, അവരാരും ഇങ്ങനെയുള്ള വലിയ വിലകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇട്ടത്. അപ്പോൾ അതാ നമ്മുടെ ചാനൽ പോയിട്ടും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെയുള്ള കവാടം ഈ കാണുന്ന 2 സൈഡിൽ ഇതേപോലെ നല്ല LED കവാടങ്ങളാണ് ഉള്ളത്. അപ്പം ഒരു സൈഡിലെ കവാടം ഇതാണ്, മറ്റേ സൈഡിലെ കവാടം പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് ഇത് കൂടെയാണ്. അപ്പോൾ അതാ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നേരെ മുന്നിലുള്ളൊരു വരവാട്ടത്. ഇവിടേക്ക് കുറേ വരവുകളുണ്ട്. നമ്മളെ മുന്നിൽ നമ്മൾ ഇത്രേനെ മുന്നേ കുറേ വരവുകൾ വന്നിട്ടുണ്ട്. അപ്പം അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒന്നാമതൊരു ഭാഗത്തിരുന്ന് വരവ് കാണാൻ നിന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള വിഷ്വൽസായിട്ട് നമ്മൾ എടുത്തത്. അപ്പം ഇവിടെ ഇതാ ഇപ്പോൾ ഉള്ള വരവാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ജനങ്ങളാണ്, നല്ല ജനങ്ങളെ നല്ല തിരക്കേനു. ഇതിനിടയിൽ കൂടെ നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയുള്ള തിരക്കുകളായിരുന്നു. അങ്ങനെ ഇതിനിടയിൽ പാച്ചുണ്ട്, പാച്ചുനായിട്ട് എടുക്കും വേണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് വീണ്ടും റോട്ടിലേക്ക് തന്നെ ഇറങ്ങിയപ്പം വന്ന വരവാണിത്. അപ്പം ഇതിൽ കാര്യമായിട്ടുണ്ടാവുക കാളവരവ് ഉണ്ടാവും. അത് എല്ലാ ദേശത്തൊന്നും ഉണ്ടാവില്ല, ചില ദേശത്തൊന്നും കാളവരവ് ഉണ്ടാവും. പിന്നെ ഇതേപോലെ തെയ്യത്തിന് ടീം ഉണ്ടാവും. ചിലതിൽ എന്താ പറയുക, നമ്മളെ കിങ് കോങ് അങ്ങനത്തെയൊക്കെ ഓരോ വേഷം കെട്ടി അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ചിലതിൽ പൂക്കാവടീൻ്റെത് ഒന്ന് ഞങ്ങൾ കണ്ടു, പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓരോരോ ടീമിൻ്റെ കൂടെ ഓരോരോ രീതിയിലുള്ള വരവുകളാണ് ഉണ്ടാവുക. പിന്നെ ശിങ്കാരി മേളം, അതുപോലെ തന്നെ ബാൻഡ് സെറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. സംഭവം നല്ല വൈബ് വരും കേട്ടോ. ഈ ഉത്സവം കൊണ്ട് ഇപ്പോൾ ഏട്ടന് ഭയങ്കര മിസ്സിങ് കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടന് ഉത്സവങ്ങളൊന്നും അങ്ങോട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ഞങ്ങളെയും കൊണ്ട് നടക്കണമല്ലോ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ഒരു വേലറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ആ സമയത്ത് ഇന്നേറ്റ് ഇവിടെ മൊത്തം നടന്ന് എനിക്ക് മുഴുവൻ കാണിച്ചു തന്നു. പിന്നത്തെ വേലയായപ്പോഴത്തേക്കും നമ്മൾ കൊറോണ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പം അപ്പോഴേക്കും മോനും ഉണ്ടായി. അങ്ങനെ ഫസ്റ്റ് ഒരു 2 കൊല്ലത്തോളം വേലകളില്ലേനു. 3-ാമത്തെ കൊല്ലമൊക്കെ അടുത്ത കൊല്ലത്തേക്ക് മോനുണ്ടായി. അപ്പോൾ അവനൊരു വയസ്സൊക്കെ കഴിഞ്ഞ സമയം അപ്പോഴേക്ക് പിന്നെ അവനും കൊണ്ട് നടക്കലായി. അപ്പോൾ ഏട്ടൻ ഈ വേലകളൊന്നും മോനും കൂടി ഉണ്ടായതിന് ശേഷം എങ്ങോട്ട് എന്താ പറയുക പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളെ കൊണ്ടാവാതെ പോകുന്ന വേലകൾക്ക് മാത്രമേ ഉള്ളൂ ആൾക്ക് അറമ്മതിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാ അച്ഛനും മോനും കൂടി നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിലുള്ള ഈ വണ്ടി എൻ്റെ നാട്ടിൽ നിന്ന് അച്ഛനും അച്ഛൻ്റെ ഒരു കസിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കസിൻ വാങ്ങിക്കൊടുത്തു കേട്ടോ ഇത്. അങ്ങനെ ആൾ ഇതേറ്റ് കുറേ നടന്നു. പിന്നെ എന്താ പല രീതിയിൽ പല വരവുകളാണ് വരുന്നത്. അപ്പം ഞാൻ ഈ പരിപാടികൾ നീട്ടി വിളിച്ച് കൊണ്ടുപോകുന്നില്ല. എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ.
വണ്ടിയുടെ മുന്നിട്ടില്ല. ഭക്തജനങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്ന ക്ഷേത്രദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും
പാച്ചുവിൻ്റെ കൂടെ ഈ കളിക്കുന്നത് ഏട്ടൻ്റെ മാമൻ്റെ മോളുടെ കുട്ടിയാട്ടോ. അപ്പം ഇവർ രണ്ടാളും 2 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഇവരുടെ മൂത്തതാണ് സായി. അപ്പം ഇവർ രണ്ടാളും കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വേലയ്ക്ക് നമ്മൾ ഈ താന്നൂർ ഭാഗത്തൊക്കെ ഇവിടെ ഒരു വേലയ്ക്ക് വന്നാൽ രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഡാൻസാട്ടോ. അങ്ങനെ അമ്മയും എല്ലാവരും കൂടി അവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. നമ്മൾ ചെന്നപ്പം ഇവൻ ഞങ്ങളുടെ കൂടെ കൂടി. എല്ലാ പ്രാവശ്യമുള്ളത് നമ്മൾ ചെന്നാൽ പിന്നെ അവൻ നമ്മളെ കൂടെയാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ മുഴുവൻ നമ്മൾ നടക്കും. അങ്ങനെ ഈ ഐറ്റം നമുക്ക് പേടിയുള്ളതാട്ടോ. പാച്ചുവിനും പേടിയായിരുന്നു, സായിക്കും പേടിയായിരുന്നു. അങ്ങനെ ഇത് അടുത്തേക്ക് വരുമ്പോൾ സായി പിന്നെയും കൈയൊക്കെ കൊടുത്തൊന്ന് റെഡിയായി. പക്ഷെ പാച്ചുവിന് രക്ഷയില്ലായിരുന്നു, ഭയങ്കര പേടിയാണ്. അപ്പം നമ്മളിത് ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ കട്ട് ചെയ്ത് എടുത്തതാട്ടോ. ഫുൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇന്ന് തീരൂല. അപ്പം നമ്മൾ വേണ്ട ഭാഗം വരെ വരുന്ന ഭാഗങ്ങൾ മാത്രം, വേണ്ട പോർഷനുകൾ മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഈ വരുന്ന ഐറ്റം നമുക്ക് പേടി. അങ്ങനെ വേറെ 2 പിള്ളേർ തന്നെയാണ്, 2 ചെറിയ മക്കളാണ്. അച്ഛനാണെങ്കിൽ ഇതിനൊരു പേടിയില്ലാണ് ഫുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഇത് കണ്ട സമയത്ത് പാച്ചും അതുപോലെ സായിയും കൂടെ എൻ്റെ പിറകിലായിരുന്നു. രണ്ടാളും കൂടി പേടിച്ച് ബാക്കിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഈ സാധനം പിന്നെ തിരിച്ച് വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഈ പിള്ളേർ പിറകിക്ക് ഓടി പോവാണ്. അങ്ങനെ പിന്നെ പാച്ച പോയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ പോയിട്ട് കൈയൊക്കെ കൊടുത്ത് റെഡിയാവുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
ശരണം. ദേവി ശരണം. വട്ടത്താടി നിന്ന് വന്ന അനശ്വരെ കാത്ത് അമ്മ അജിത കമ്മിറ്റി ഓഫീസിൽ കാത്തു നിൽക്കുന്നു. വട്ടത്താടി അലങ്കരിക്കുന്നതിനായി നമ്മളിത് ആ റോഡിലൂടെ വരവൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ പൊരിച്ചത് മേടിച്ചിട്ടോ. അപ്പോൾ അത് തിന്നണം എന്ന് പറഞ്ഞ് മേടിച്ച സാധനമാണ്. മക്കളും ഞങ്ങളെല്ലാവരും കൂടി തിന്നു. ഇതും കുലുക്കി സർവത്തും അതായിരുന്നു നമുക്ക് ഇന്നത്തെ. നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. നമുക്കറിയാം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നേരം വൈകും എന്നുള്ള കാര്യം. പിന്നെ മറ്റേ പാനിപ്പൂരി വാങ്ങിയിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമായിരുന്നു, എന്നാലും കഴിച്ചു. പിന്നെ നമ്മളിത് അവിടെ അമ്പലക്കുളത്തിൽ നല്ല ധാറ് മീനുകളുണ്ട്. പിന്നെ ഇതാ പാച്ചുനും വാങ്ങിയ സാധനം കേട്ടോ അത്. പാച്ചുനും സായിക്കും കൂടെ 2 ക്യാമറ. അങ്ങനെ മക്കളതായിട്ട് കുറേ കളിയിരുന്നു. അങ്ങനെ ഇപ്പോൾ റെഡി കഴിഞ്ഞ് പിന്നെയും നമ്മൾ വരവിൻ്റെ ഇടയിലേക്ക് തന്നെ വീണ്ടും ചെന്നു. അങ്ങനെ പിന്നെ വരവുകൾ വന്നു. അതിൻ്റെ ഇടയിലൂടെ പിള്ളേരെ കളിയും ഏട്ടൻ്റെ കളിയും അങ്ങനത്തെ പരിപാടികളാട്ടോ കഴിഞ്ഞുള്ളത്.
നമ്മൾ വരവൊക്കെ കണ്ടു നേരെ നമ്മൾ പർച്ചേസിന് ഇറങ്ങി കേട്ടോ. അപ്പം ഏട്ടൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കമ്മലും ഇങ്ങോട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. കൂടെ എനിക്ക് 2 കുപ്പിവളയും കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് അമ്പലത്തിൽ ഭൂതംകളി എന്ന് അതിന് പറയാം. എന്താ സംഭവം ഒന്നും എനിക്ക് നല്ല ഐഡിയ ഒന്നുമില്ല. ഞാൻ എന്തായാലും കുറച്ചത് കണ്ടു തന്നു. അപ്പോൾ സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ അമ്പലം ചുറ്റുകയാണ്. അപ്പോൾ കൂടെ ആ നടക്കിലെത്തുമ്പം അവിടെ എത്തിയിട്ട് എന്തൊക്കെയോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിനെ പറ്റി എന്താ ഇങ്ങനെ എന്നൊന്നും എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ അടുത്ത ദിവസമായിട്ട് വരണ്ട കേട്ടോ. അപ്പം വീഡിയോസിനൊക്കെ ഡിലേ ആവുന്നുണ്ട്. ഡിലേ ആവുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫോണിന് ഞാൻ മുന്നത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് അധികം വീഡിയോ എടുക്കാൻ അപ്പോൾ തോന്നാത്തത്. അപ്പം ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവും, എല്ലാവരെയും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.